ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. അത് ബീട്രൂട്ട് അച്ചാറാണ്. ആദ്യം അതിനായിട്ട് വേണ്ടത് 2 ബീട്രൂട്ട്. അത് ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ അരിയുക. പിന്നെ 10 കാരയ്ക്ക, അതിങ്ങനെ ചെറുതായിട്ട് പിച്ചി ചീന്തിയത്. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് നടുകെ ചീന്തിയത്. പിന്നെ 2 മുളക്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കരിവേപ്പില, ഉലുവ, ഉപ്പ്, കടുക്, മുളക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ സാദാ ചില്ലിയും, അതുപോലെ തന്നെ ഒരു കായം പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ കായമാണ് എടുത്തത്. പിന്നെ വിനാഗിരി, വെള്ളം, നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം നമ്മൾ മുളക് ഇടാൻ പോവുകയാണ്. 2 മുളക് നമ്മൾ കരിവേപ്പിൻ്റെ ഇല, ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ലോ സിമ്മിലിട്ടിട്ട് പക്ഷേ നമ്മൾ സാധാ ചില്ലിയാണ് ഇടുന്നത്. നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി അളവ് എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ അളവ് നോക്കുന്നില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക. കൂടുതലിടട്ടെ. ആവശ്യത്തിന് ഉപ്പിടാം. ജസ്റ്റ് ഒന്ന് കാരക്ക കൂടി ഇടുകയാണ്. കാരക്ക നമ്മൾ ഇടുന്നത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. കാരക്കത്താൽ ബീട്രൂട്ട് അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക. കായം ഞങ്ങൾ നേരത്തെ ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇട്ടാൽ മതി. എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. അച്ചാർ നന്നായിട്ട് വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം പോലെ ഉണ്ടാക്കാം. ഞങ്ങളങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കാൻ പോവാണ്. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഒഴിക്കാം. പിന്നെ മുളക് പൊടി ഞങ്ങളത് കുറച്ച് നല്ല എരിവുണ്ട് അച്ചാർ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് കുറച്ചെടുക്കാം കേട്ടോ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓഫാക്കാം.